ഹലോ എവരി വൺ, വെൽക്കം ടു ഒത്തൻറ്റിക് ഇന്ത്യൻ കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന റെഡിഷ് പരാഠയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വിൻ്റർ സ്പെഷ്യൽ റെസിപ്പി. ലഞ്ചിനോ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഏറ്റവും ആദ്യം 3 റെഡിഷ് ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൻ്റെ എല്ലാം ചിരണ്ടി ക്ലീനാക്കി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഞാനാണെങ്കിൽ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒത്തിരി മണ്ണൊക്കെ കാണും, ഡസ്റ്റൊക്കെ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ഗ്രേറ്റർ എടുത്തിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്ത് ഒത്തിരി വെള്ളമുണ്ട്, വെള്ളാംശം ഇച്ചിരി കൂടുതലാണ് അതിനകത്ത്. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആക്കണം. അതിന് വേണ്ടി 1 ടീസ്പൂൺ നമുക്ക് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ വെള്ളത്തോടെ ചെയ്യുവാണെങ്കിൽ ഇതിനകത്ത് മസാലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ നല്ല സ്റ്റഫിങ് പറാട്ടയൊക്കെ പൊട്ടി പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. പരത്താൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ കണ്ടില്ലേ അത് എത്രമാത്രം വെള്ളം അതിനകത്ത് ഇറങ്ങി വരുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പിഴിഞ്ഞ് ഇതുപോലെ മാറ്റി വെക്കാം. പിന്നെ റെഡിഷ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ആട്ട കുഴയ്ക്കുമ്പോൾ അത് യൂസ് ചെയ്യാനുള്ളതാണ്. ഒത്തിരി ഗുണങ്ങളൊക്കെ ഉള്ള വെള്ളമാണ് അത് കേട്ടോ. അപ്പോൾ തീരെയും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 250 ml കപ്പിന് 2 കപ്പ് ഞാനാണെങ്കിൽ ഇതേ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ അരിമോദകം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളാണെങ്കിൽ ഈ റെഡിഷിന് വെള്ളം ഇല്ലാതെ നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനകത്ത് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആദ്യമേ നമ്മളകത്ത് സോൾട്ട് ഇട്ടത് മിക്സാക്കി വെച്ചേക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. എക്സ്ട്രാ വെള്ളത്തിൻ്റെ ആവശ്യം ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് സോഫ്റ്റ് ഇടുക. നമ്മൾ ചപ്പാത്തി കുഴയ്ക്കുന്നതിനെക്കാട്ടി ഇച്ചിരി സോഫ്റ്റായിട്ട് വെക്കണേ. നമ്മൾ സ്റ്റഫിങ് ചെയ്ത് വെക്കുന്ന പരാട്ടയ്ക്കൊക്കെ എപ്പോഴും പറയുന്ന കൂട്ട് തന്നെ ഇച്ചിരി സോഫ്റ്റായിട്ട് തന്നെ വേണം ആട്ട കുഴച്ചെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ സ്റ്റഫിങ് പൊട്ടി പുറത്ത് വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്കാണെങ്കിൽ 1 ടീസ്പൂൺ നമുക്കാണെങ്കിൽ എണ്ണയും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് ഒരു 10-15 മിനിറ്റത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അതുവരത്തേക്ക് നമുക്കാണെങ്കിൽ അതിൻ്റെ സ്റ്റഫിങ് റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ എങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഇതേവരെ പുതിയ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. പിന്നെ അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അതിന് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ എഴുതുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ റെഡിഷ് നമുക്കാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ നമുക്ക് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതും, പിന്നെ 1/2 ടീസ്പൂൺ നമുക്കാണെങ്കിൽ ഡ്രൈ മാംഗോ പൗഡർ, അംചൂർ പൗഡർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതില്ലെങ്കിൽ ഇതിൻ്റെ പകരം 1 മുറി നാരങ്ങ നീര് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 5-6 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. മക്കൾ എരിവ് അധികം കഴിക്കുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഗ്രേറ്റ് ചെയ്തതും, പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂണിനെക്കാട്ടി 1/8 ടീസ്പൂൺ അത്ര നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ നമുക്ക് നോക്കണം വല്ല ഉപ്പോ പുളിയോ എരിവോ കുറവുണ്ടെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണേ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്രയും കഴിക്കത്തേ ഉള്ളൂ കേട്ടോ. എത്ര എരിവ് മതി. ഇത് പാകത്ത് നന്നായിട്ട് എരിവുണ്ട്. പിന്നെ മുളക് ഇട്ടേക്കുന്നത് നല്ല എരിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഇനിയും മസാലയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി നമുക്കായി നോർമൽ ചപ്പാത്തിക്ക് എടുക്കുന്നതിനെക്കാട്ടി ഉരുളേനെക്കാട്ടി ചെറുതായിട്ട് ഇച്ചിരി കൂടി വലിപ്പത്തിൽ ഒരു ഉരുള എടുക്കുക. എന്നിട്ട് നമുക്കാണെങ്കിൽ നടുക്കൊന്ന് കട്ടിയത്തോടെയും പിന്നെ സൈഡൊക്കെ ആണെങ്കിൽ കനം കുറച്ച് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇനി നമുക്ക് സ്റ്റഫിങ് നന്നായിട്ട് അതിനകത്ത് വെച്ച് കൊടുക്കാം. ഇത് ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന ബിഗിനർ ആണെങ്കിലും പോലും അവർക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അത്ര സിമ്പിളായിട്ട് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുക. ഇനി നമുക്ക് എക്സ്ട്രാ മാവ് വരുന്നത് നമുക്ക് മേളിൽ നിന്ന് എടുത്ത് മാറ്റി വന്നിട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ആക്കി കൊടുക്കാം. അപ്പോൾ സ്റ്റഫിങ് എല്ലായിടവും ഒരുപോലെ ഈവൻലി ആയി കിട്ടും. അതിനുവേണ്ടി നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇനി ഒത്തിരി പ്രഷർ കൊടുക്കുക, ലൈറ്റായിട്ട് വേണം പരത്തി കൊടുക്കാനായിട്ട്. അഥവാ ചെറുതായിട്ടൊക്കെ പൊട്ടി വരുന്നുണ്ടെങ്കിൽ കുറച്ച് ആട്ടയൊക്കെ ഡസ്റ്റ് ചെയ്തിട്ട് അതിന് മേളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഡ്രൈ ആട്ടയില്ലേ നമ്മുടെ ഗോതമ്പ് പൊടി അത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പരത്തിയെടുത്താൽ മതി. പിന്നെ ഇതുപോലെയൊക്കെ ചെറുതായി പൊട്ടുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എണ്ണയ്ക്കകത്ത് നമ്മളിത് എണ്ണയ്ക്കകത്തോ നെയ്ക്കകത്ത് ചുട്ടെടുക്കും. ഇതിൻ്റെ ഫ്ലേവറൊക്കെ പുറത്തിറങ്ങി വന്ന് പരാട്ടയ്ക്കൊക്കെ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ പൊട്ടിയാലും. പിന്നെ ഒത്തിരിയൊക്കെ പൊട്ടിപ്പോകാൻ പാടില്ല. ഇതുപോലെയൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമുക്കാണെങ്കിൽ ഒരു തവ അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ ഇതിട്ട് തിരിച്ചും മറിച്ചിട്ട് എണ്ണയോ ഗീയോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇട്ട് നന്നായിട്ട് ഇത് ചുട്ടെടുക്കുക. അപ്പോൾ ഇത്ര സിമ്പിളല്ലേ. ഇതാണെങ്കിൽ ഇത് തൈരിൻ്റെ കൂടെ, റായ്ത്തയുടെ കൂടെ, അച്ചാറിൻ്റെ കൂടെ, എന്തിൻ്റെ കൂടെ ആണെങ്കിൽ സെർവ് ചെയ്യുകയാണെങ്കിൽ നോർമൽ നമുക്കൊരു ചായ ഇട്ടാണെങ്കിൽ കഴിച്ചാലും അതിൻ്റെ കൂടെ ആണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ചൂടോടെ ഇതുപോലെ ചുട്ട് കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നാളെ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെത്തേക്കും ബൈ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ. ഇനി എന്തൊക്കെയാണ് വീഡിയോസ് കാണാൻ താല്പര്യം തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക.